ക്ലംസി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നിട്ടുള്ളത് വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈസി ആയിട്ടും സോഫ്റ്റായിട്ടും നല്ല സ്മെല്ലോട് കൂടിയിട്ടുള്ള വെള്ളയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് എല്ലാവരും ഒന്ന് കാണണം. വെള്ളയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. തയ്യാറാക്കാനായിട്ട് ഞാൻ 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. 1 കപ്പ് പച്ചരിയും ഈ ഒരു കപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു കപ്പിൽ പച്ചരിയും 1 കപ്പ് നേരിയ അരി, നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന അരിയില്ലേ, അതെടുക്കുക. അത് 4 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. കുതിർന്നതിന് ശേഷം കഴുകിയെടുത്തിട്ട് അതിലേക്ക് ഈ കപ്പിലാണ് അരി എടുത്തിട്ടുള്ളത്. 1 കപ്പ് നേരിയ അരി ചേർക്കുന്നത് നല്ല ടേസ്റ്റും നല്ല മണവുമുള്ള അപ്പമായിട്ട് കിട്ടും. ഇനി ഈ സെയിം കപ്പിൽ തന്നെയാണ് ചോറും തേങ്ങയും എടുക്കുന്നത്. ചോറ് ഈ 1 കപ്പ് എടുത്തിട്ടുണ്ട്. തേങ്ങയും 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഗ്ലാസ്സിലാണ് പച്ചരി എടുക്കുന്നതെങ്കിൽ 1 ഗ്ലാസ് പച്ചരി, 1 ഗ്ലാസ് നേരിയരി, അതുപോലെ 1 ഗ്ലാസ് ചോറ്, 1 ഗ്ലാസ് തേങ്ങ, അങ്ങനെയാണ് എടുക്കേണ്ടത്. ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടിപ്പോവാൻ പാടില്ല. അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അടുത്ത അരി, ബാക്കിയുള്ള അരിയും കൂടി അരച്ചെടുക്കാം. അതും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് രാവിലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. രാത്രിയാണ് ഇപ്പോൾ അരച്ച് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂണ് ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. ഈസ്റ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈസ്റ്റ് ചേർക്കുന്നത് കൊണ്ട് പാലപ്പം നല്ല സോഫ്റ്റായിട്ടും അരിമാവ് നന്നായി പൊന്തി വരാനും സഹായിക്കും. ഇത് മൂടി വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കിയെടുക്കാം. അരിമാവ് ഇതുപോലെ ആയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടാകാൻ വെച്ചിട്ട് ചൂടായപ്പോൾ ഓരോ തവി ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള അപ്പം തയ്യാറായിട്ടുണ്ട്. ഞാനിത് കടലക്കറിയുടെ കൂടെയാണ് കഴിക്കുന്നത്. കടലക്കറിയുടെ റെസിപ്പി ഞാൻ പിന്നീട് ഷെയർ ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി വെക്കുന്നത് പോലെയുള്ള ചിക്കൻ കറി വെക്കുന്ന അതേ ടേസ്റ്റിലും അതുപോലെ തന്നെ കടലക്കറി ഉണ്ടാക്കി എടുക്കാം. ആ റെസിപ്പി ഞാൻ പിന്നീട് നിങ്ങളുമായി ഷെയർ ചെയ്യും. എൻ്റെ ഈ വെള്ളയപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.